എന്താ കറി? ഏയ് ഇന്ന് കറി ചെമ്മീനാണല്ലേ? നോക്കട്ടെ, സ്വാദുണ്ട് നോക്കട്ടെ. നല്ല സ്വാദ്. എന്നും കൊണ്ടുവരണം കേട്ടാ. താൻ എന്നും ആശയമാണല്ലോ കഴിക്കുന്നത്. ഒരു ദിവസം എനിക്ക് അറിയണ്ടോന്നല്ല. എന്താ എടാ, നമ്മളൊക്കെ തൊഴിലാളി ഐക്യം സിന്ദാബാദല്ലേടാ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഐക്യത്തോടുകൂടി ചെയ്യണം, അല്ലേ കമലാക്ഷി ചേച്ചി? പിന്നെ എന്റെ കാത്തിയാനി ചേച്ചി, ഒരു ദിവസമെങ്കിലും ഈ നീലാണ്ടൻ ഇത്തിരി കറി വെച്ച് കൊടുക്ക്. എന്റെ പെണ്ണെ അവിടെ കറി വെച്ച് അവൻ കൊണ്ടുവരത്തില്ല. അവൻ ഇങ്ങനെ കണ്ടവന്റെ തെണ്ട് തിന്നാലേ ചോറിറങ്ങത്തുള്ളൂ. ഇതാരാ, നളിഞ്ഞു മോളോ? വാ വാ വാ. ഇന്നെന്താ മോളെ വിശേഷം? വേലയൊക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല, അവൻ വിശന്ന് നിൽക്കുക. വേഗം ചോറ് കൊണ്ടുകൂടെ. ഇന്നെന്താ മോള് സ്കൂളിൽ പോവാഞ്ഞ? അമ്മ പറഞ്ഞിട്ടാ. എന്താ കാര്യം? ഇന്ന് ഞാൻ പറയട്ടെ അച്ഛാ, ഇന്ന് മോളുടെ പിറന്നാളാ. പായസൊക്കെ വെച്ചിട്ടുണ്ട്. പായസം നല്ല മധുരല്ലേ അച്ഛാ? അവിടെ എന്താ പായസോ? പായസോ എവിടെ? നോക്കട്ടെ നോക്കട്ടെ, മധുരം ഉണ്ടോ നോക്കട്ടെ. ഇവിടുത്തെ അല്ല, എനിക്ക് വേണ്ട. എന്തിനാ ആവശ്യമില്ലാതെ? കുറച്ച് മതി, കുറച്ച് മതി. കൊതിയമ്മാവനല്ല മോളെ, നീലാണ്ടൻ മാമൻ. കൊള്ളി. എന്താ അച്ഛാ പൊതിയില്? അതെ, മോക്കൊരു ഉടുപ്പ്. ഈ ഉടുപ്പ് നോക്കിയേ, നല്ല ഉടുപ്പ്. നിനക്കൊരു സാരി. എന്തിനാ ഇപ്പൊ ഇതൊക്കെ വാങ്ങിയത്? ഇന്നെന്റെ മോളുടെ പിറന്നാളല്ലേ, അപ്പൊ മോക്ക് വാങ്ങിയപ്പോ മോളുടെ അമ്മയ്ക്ക് ഒരു സാരി വാങ്ങാൻ തോന്നി. വേണ്ട മോളെ, ഞാൻ അച്ഛന്റെ തലയിൽ പേനുണ്ടോ നോക്കുവാ. മതി, സമയം ഒത്തിരിയായി, പോയി കിടക്ക്. ഞാനിന്ന് അമ്മയുടെ കൂടെ കിടക്കാൻ പോവാ. മോളില്ലേ? അച്ഛനും വരണം. വേണ്ട മോളെ, പോയി കിടക്ക്. പറ്റില്ല, അച്ഛനും വരണം. വാച്ചാ, ഇവിടെ കിടക്കാം. അമ്മയും കിടക്ക്. അമ്മ എന്റെ അടുത്ത് കിടക്കണോ? എന്നാലേ മോക്ക് ഉറക്കം വരൂ. അമ്മ പിന്നെ കിടന്നോളാം. നീയും കിടക്ക്.
എടേ നിക്കടേ അവിടെ. ഞാൻ നിന്നെ പിടിച്ച് തിന്നുകയൊന്നുമില്ല. ദേവകി സുന്ദരിയായിട്ടുണ്ട്. ഈ വേഷം നിനക്ക് നന്നായിട്ട് ഇണങ്ങും. ദേവകി, നേരെ വാ നേരെ പോ എന്ന പ്രകൃതമാണ് എൻ്റെ. മറ്റുള്ളവരും അങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. തുറന്നു പറയാമല്ലോ, ദേവകിയെ കണ്ട നാൾ മുതൽ എന്റെ മനസ്സിലൊരാഗ്രഹം, മനസ്സിന്റെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുത്തില്ലെങ്കിൽ മനസ്സിനും ശരീരത്തിനൊക്കെ ഏതാണ്ട് ഒരു ഇതുപോലെ. അങ്ങനെ അങ്ങ് പോയാലോ. ദേവകിയെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കെട്ടിക്കൊള്ളാമെന്നൊന്നും പറയുന്നില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ്, രണ്ടുപേർക്കും നഷ്ടമില്ലാത്ത ഒരു പരോപകാരം. എന്താ? മാറി നിൽക്ക്, എനിക്ക് പോണം. പൊയ്ക്കോ. ഇവിടെ വെച്ചൊന്നും വേണ്ട. എവിടെ എപ്പോ വേണമെന്ന് വെച്ചാൽ ഞാൻ വരാം. തേഞ്ഞു പോകുന്ന കാര്യമൊന്നും അല്ലല്ലോ. രണ്ടുപേർക്കും ഒരു സുഖമല്ലേ? നിന്റെ വീട്ടിൽ അമ്മയോ പെങ്ങളോ ഉണ്ടെങ്കിൽ അവരോട് പോയി പറഞ്ഞാൽ മതി. അങ്ങനെ പോയാലോ. ഇതൊക്കെ അമ്മയോടും പെങ്ങളോടും പറഞ്ഞാൽ നടക്കണ കാര്യമാണ്. എടി, മാത്തച്ഛന്റെ കൈ പെട്ടോ ഒന്നും മാത്തച്ഛൻ വിട്ടിട്ടില്ല. ഓഹോ, ഈ നാട്ടിൽ പാവപ്പെട്ട പെമ്പിള്ളേർക്ക് മാനമായിട്ട് ജീവിക്കാൻ പറ്റില്ലേ? അല്ല, അങ്ങ് ഏത് പുണ്യാളനോ മനസ്സിലായില്ല. ഗൗരീസ് പുണ്യാളനോ സെബസ്ത്യാനസ് പുണ്യാളനോ? ഇനി ഈ നാട്ടിൽ നീ മര്യാദയ്ക്ക് കിടന്നില്ലെങ്കിൽ ഈ കത്തി നഹം ചെത്താൻ മാത്രമുള്ളതല്ല. ആ എന്നാലും എന്റെ കൃഷ്ണൻകുട്ടി, അവൻ എന്തിനും തുനിഞ്ഞ് നടക്കുന്നവനാ. നീ ആ സമയത്ത് അവിടെ ചെന്ന് പറ്റിയില്ലായിരുന്നെങ്കിൽ ഈ പെണ്ണിന്റെ ഗതി എന്താകുമായിരുന്നു? എന്ന് വെച്ച് പെമ്പിള്ളാർക്ക് വഴി കൂടെ നടക്കണ്ടേ? എടേ, നീ ഇനി അമ്പലത്തിലും പോണ്ട, ഒരിടത്തും പോണ്ട, ഇവിടെ നിന്ന് പഠിച്ചാൽ മതി. അത് കൊള്ളാം. അവനെ പേടിച്ച് പെമ്പിള്ളാർക്ക് അമ്പലത്തിലും പള്ളിയിലും പോയിക്കൊടുന്നുണ്ടോ? ദേവി, നീ ദിവസം അമ്പലത്തിൽ പൊയ്ക്കോ. ഈശ്വരന്മാർ നിനക്ക് കൂട്ടിനില്ലേലും എന്റെ പങ്ക് ഞാൻ കൂട്ടിനുണ്ടാവും. അത് ശരിയാ. എവനെ പഠിച്ച് പെമ്പിള്ളാർക്ക് വീട്ടിൽ കുത്തിയിരിക്കാൻ നോക്കൂ. എടേ, നീ ദിവസം അമ്പലത്തിൽ പോക്കോ. കൃഷ്ണൻകുട്ടി ചേട്ടന് വല്ലതും പറ്റിയോ? കുറച്ചാളായി അടിയുണ്ടാക്കിയിട്ട്. കൈയുടെ തരിപ്പ് തീരുന്നവരെ തല്ലണം തരുക. അപ്പോഴേക്ക് അവൻ ചത്ത ശവം പോലെ കിടന്നു. ഇനി ഈ തരിപ്പ് തീരണമെങ്കിൽ ആർക്കെങ്കിലും ഒരു രണ്ടെണ്ണം കൊടുക്കണം. ഓഹോ, ദേ, കൈയുടെ തരിപ്പ് തീർക്കാൻ രാജം ചേച്ചിക്കിട്ട് കൊടുത്തേക്കരുത്. എന്താ നീ എന്താ ഓടിക്കഴിച്ച് വരുന്നേ? നിന്റെ കൈയും കാലും മറിക്കുന്നല്ലോ. കാര്യം എന്താന്ന് പറ. നിന്റെ ബായ്ക്കകത്തെന്താ? ഈ ജാക്കറ്റ് എങ്ങനെ കയറിയോ? അത് വേലിയിലെ മുള്ള. എന്നാൽ നീ വരണ്ട.
നീ ഓടിക്കളിച്ചു വന്ന കാര്യം ഞാൻ പറയാം. അവൻ വന്ന വിവരം നീ അറിഞ്ഞല്ലേ? നീ എന്നെ പറ്റി എന്ത് വിചാരിച്ചു? മാത്തച്ഛൻ കടയിൽ വന്നപ്പോഴേക്കും നീ ഇങ്ങനെ പേടിച്ചാൽ അവൻ ഇങ്ങോട്ടോ മറ്റോ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? നീ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. ഈ കത്തി എന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഈ നാട്ടിലൊരുത്തനും എനിക്കെതിരായി വരില്ല. അങ്ങനെ വന്നാൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. ആശാൻ ഈ പുതിയ കേസ് കേട്ടേതാ? അതിവിടെ പുതിയതായിട്ടൊന്ന് എഞ്ചിനീയർ സാറാ. ആഹാ, അത് ശരി. അപ്പൊ എനിക്കൊന്ന് മുഖാമുഖം നോക്കണമല്ലോ. അതേ, ഒന്ന് നിന്നേനെ ഒരു കാര്യം പറയട്ടെ. സാറേ സാറേ സാറേ, അയ്യോ പോയി സാറേ. സാറേ അവിടെ നിന്ന് ഒരു കാര്യം പറയട്ടെ. സാറ് വന്ന പോലെ നേരത്തെ എന്നെ അറിയിച്ചല്ലോ. ഞാൻ സാറിനെ ഒന്ന് കാണുമായിരുന്നില്ലേ? സാർ ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടുണ്ടോ? വല്ല കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലായില്ലല്ലോ ആരാ? അല്ല, എനിക്കും മനസ്സിലായില്ല. ഞാൻ സാറിനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വരെ ചുമ്മാ ഒരു കൊളുത്തിട്ടതല്ലേ. അല്ല, ഇങ്ങനെ പറഞ്ഞില്ലേ സാറ് മൈൻഡ് ചെയ്തിരിക്കലോ എന്ന് വിചാരിച്ചിട്ടാ. അല്ല സാർ, ഈ PDWD ഓഫ് ദി ഫ്ലിക്സിംഗ്സ് എഞ്ചിനീയർ അല്ലേ? PWD എഞ്ചിനീയറാ. അല്ല, ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഉണ്ട്. സാറിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഗോപി. എന്റെ പേര് നീലാണ്ടൻ. PPE മനസ്സിലായില്ലല്ലേ? പാറ പൊട്ടിക്കൽ എഞ്ചിനീയർ, PPE. സാറിപ്പോ എങ്ങോട്ടാ? ഞാൻ ഇവിടേക്ക് ഒന്ന് കാണാനും ആളുകളെ പരിചയപ്പെടാനും വേണ്ടി വെറുതെ ഇറങ്ങിയതാ. അതെ, ഞാൻ പരിചയപ്പെടുത്തി തരാം സാറേ. സ്വല്പം മാറി, സ്വല്പം മാറി സാർ. മാറി സാർ. എന്താണ് എഴുന്നേറ്റ് പോടാ? റൗഡി കേട്ടോ, ഒരു കൊലക്കേസിലെ പ്രതിയാവൻ. വാ സാർ, വാ. ആ കണ്ണട കയ്യിലെടുത്തോണ്ട് ഒന്ന് കറക്കി പിടിച്ച് നടക്കും സാറേ. ആ കാണുന്നതാ പരമനായരുടെ ചായക്കട. അപ്പുറത്ത് കാണുന്നതാ വെട്ടിരുമ്പ് മീനാക്ഷിയുടെ ചാരായക്കട. വെട്ടിരുമ്പോ? കൊട്ടുവടി, സെപ്റ്റിക്ക്, മറ്റേ ലൈനോ. ഈ ഗ്രാമത്തിലുള്ളവരെ മുഴുവൻ പൊതുസ്വത്താ. സാറേ, നമുക്കൊരു ചായ കുടിക്കാം. വാ പറഞ്ഞു, വാ പറഞ്ഞു. ദേ, ഇവന്മാരുടെ ഇടയിൽ വെച്ച് വെയിറ്റ് ഇട്ട് ചില കാച്ചി ഞാൻ കാച്ചു. സാറിനൊന്നും തോന്നരുത്. എന്നാലും ഇവന്മാരുടെ ഇടയിൽ പിഴയ്ക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ സാറാ? രണ്ട് ചായ സാധിക്കണം. നമസ്കാരം. മനസ്സിലായില്ലല്ലോ. ഞാൻ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കണ്ട. എന്താ മനസ്സിലായ ചായ തരൂ. ഇവിടെ ഏത് എരപ്പാളിക്ക് വേണമെങ്കിൽ വന്നിരുന്ന് ചായ കുടിക്കാവുന്ന സ്ഥലമാ. ഒരു മാന്യനെ കണ്ടപ്പോ ചോദിച്ചോന്ന് മാത്രം. ഞാൻ പുതിയതായി വന്ന എഞ്ചിനീയറാ. പേര് ഗോപി. ഞങ്ങൾ പഴയ പരിചയക്കാരാ. എവിടെ താമസം? ഇവിടെ അടുത്താ. ഭാര്യയും കുട്ടികളും ഒക്കെ? അവരൊക്കെ നാട്ടിലല്ലേ സാറേ? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എന്റെ മോളാ ദേവകി. ദേവകി, ഇതാരാന്നറിയോ? ഇവിടെ പുതുതായി പാലം പണിക്ക് വന്ന എഞ്ചിനീയർ സാറാ. ഞങ്ങൾ ഒരുമിച്ച് ഒരേ കോളേജില് ഒരേ ബെഞ്ചിലിരുന്ന് MA പഠിക്കണോന്ന് വിചാരിച്ചതാ. സാർ, ഇവൻ ആള് മഹാവഷളാ. ഇവൻ പറയുന്ന അങ്ങനെ എന്നെ കൊണ്ട് വിശ്വസിച്ച് കളയരുത്. എടാ, നിന്റെ സ്വഭാവം മാറ്റാറായില്ലടാ. അപ്പോ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാണാവോ? ഇവിടെ കൊള്ളാവുന്ന ഹോട്ടലുകളൊന്നുമില്ല. ആരെങ്കിലും നിർത്തി പാചകം ചെയ്യിച്ചാ കൊള്ളാന്നുണ്ട്. പറ്റിയൊരാളെ കിട്ടുമോ? നിന്റെ തള്ളയില്ലടാ അവിടെ? അവളെ മടയിൽ പോകുന്നതിന് മുമ്പ് സാറിന്റെ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ഇത്തിരി അനത്തി കുറച്ചു പോയാലെന്താ? അല്ല, അത് ഞാൻ ആലോചിക്കായിരുന്നു. നീ ആലോചിച്ച് തലകൊണ്ടാക്കൊന്നും വേണ്ട സാർ. കാർത്തിയാനോട് പറഞ്ഞ് ഞാൻ ശരിയാക്കാം. സാറ് സമാധാനമായിട്ട് പോയാട്ടെ. ഇത് വേണ്ടായിരുന്നു. അത് പറ്റില്ല. ഇങ്ങോട്ടേ, ഞങ്ങൾക്ക് ആരുടെ ഓസൊന്നും വേണ്ട കേട്ടാ. എന്നാ പിടി. അപ്പൊ ഈ കുടിച്ചതോ? എന്താ ഇത്ര നോക്കാൻ? ഞാൻ തണ്ണി അടിച്ചോണ്ട് ഇങ്ങോട്ട് കയറി, താൻ കണ്ണടച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങി. ചെറിയൊരു ആക്സിഡന്റ്. സാരമല്ല, വയ്ക്കോ. സാർ ആരാന്നറിയാമോ?
പാലം പണിക്ക് വന്ന എഞ്ചിനീയറാ. എവനായാലും എനിക്കെന്താ? അല്ലെങ്കിൽ ഇവിടെ പാട്ട് കേട്ട് ആരും ഉറങ്ങാൻ. നാളിനി മോൾ ഉറങ്ങണമെങ്കിൽ അച്ഛൻ പാടണല്ലേ. ഊളനിരുട്ടത്ത് കൂവി പട്ടി മോങ്ങാനുമങ്ങ് തുടങ്ങി. ഊളനിരുട്ടത്ത് കൂവി പട്ടി മൂങ്ങാനുമങ്ങ് തുടങ്ങി. മൂങ്ങായിരുന്നൊന്ന് മൂളി കള്ളൻ തേങ്ങായും കട്ടോണ്ടുപോയി. യക്ഷിമാടനും പേയും ഈനാഞ്ചക്കിമിറങ്ങാൻ തുടങ്ങി. യക്ഷിമാടനും പേയും ഈനാഞ്ചക്കിമിറങ്ങാൻ തുടങ്ങി. ചാത്തന്റെ പൂങ്കോഴി കൂവാറായല്ലോ ചാട്യം പിടിക്കാതുറങ്ങ്. ചാഞ്ചക്കം ചാഞ്ചക്കമാടി മൂളുത്തോളെ കിടന്നൊന്നുറങ്ങ്. ചാഞ്ചക്കം ചാഞ്ചക്കമാടി അച്ഛന്റെ കൂടെ കിടന്നൊന്നുറങ്ങ്.